ശരീരത്തിലെ മസിൽ ഡെവലപ്മെന്റ്സിന്, മസിൽ ഫങ്ഷനിങ്ങിന്, മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള മഗ്നീഷ്യം ആഹാരങ്ങൾ അല്ലെങ്കിൽ മഗ്നീഷ്യമാണ്. എല്ലുകളുടെ ഫങ്ഷനിങ്, സ്ട്രെങ്ത്, ആ ഒരു ഫ്രാക്ചർ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ ഊർജ്ജം നിലനിർത്താനും മഗ്നീഷ്യം നല്ല രീതിയിൽ നമ്മുടെ ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഹാർട്ട് ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട്. പലർക്കുള്ളൊരു സംശയമാണ് ഈ മഗ്നീഷ്യം ഗമ്മീസ് അല്ലെങ്കിൽ മഗ്നീഷ്യം ടാബ്ലറ്റ്സ് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നമുക്ക് മഗ്നീഷ്യം ഗെയിൻ ചെയ്യുന്ന വല്ല ഫുഡ് ഐറ്റംസോ ഉണ്ടോ. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മഗ്നീഷ്യം ഗമ്മീസ് അല്ലെങ്കിൽ മഗ്നീഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം കിട്ടും, അല്ലെങ്കിൽ ഈ ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഈ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പം നല്ലൊരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്ന് മിക്ക ആളുകളും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ശരീരത്തിൽ ഈ മഗ്നീഷ്യം എന്താണ് ഫങ്ഷൻ ചെയ്യുന്നതും, അതേപോലെ തന്നെ അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിൽ അതിൻ്റെ ആ ഒരു ഫങ്ഷനിങ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളും, അത് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, നാച്ചുറലി നമുക്ക് മഗ്നീഷ്യം കിട്ടുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണെന്നും, എത്ര അളവിൽ നമ്മൾ അതിൻ്റെ ഡോസേജ് കാര്യങ്ങൾ എടുക്കണം, എങ്ങനെയാണ് അത് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് എങ്ങനെ നമുക്ക് മഗ്നീഷ്യത്തിലൂടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യോൺബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം ഗമ്മീസ് കഴിക്കുന്നത് മിക്ക സോഷ്യൽ മീഡിയാസിലും, എസ്പെഷ്യലി ഈ മൊബൈൽ ഫോൺസിലും അതേപോലെ തന്നെ പല ആഡുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമല്ല, മറ്റുള്ള ഫങ്ഷനിങ് അത് ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മളെ നാഡീ വ്യവസ്ഥകൾ ഇമ്പ്രൂവ് ചെയ്യാൻ, അതായത് നെർവ് ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യാനും, നെർവിലേക്കുള്ള ട്രാൻസ്മിഷൻ കൂട്ടിയെടുക്കാനും, ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ആ എൻസൈമാറ്റിക് റിയാക്ഷൻസ് കുറച്ചുകൂടി ഒന്ന് സ്പീഡപ്പ് ആക്കാൻ മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് അതിൻ്റെ ഫങ്ഷൻ പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു വെസൽസ് അല്ലെങ്കിൽ ഹാർട്ടിലെ വാൾസ്, ഹാർട്ടിൻ്റെ ആ ഒരു ചേമ്പേഴ്സ്, അതായത് ഹൃദയത്തിൻ്റെ എല്ലാ ഫങ്ഷനിങ്ങിനും ഈ പറഞ്ഞിട്ടുള്ള മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, ഹാർട്ടിലേക്കുള്ള പമ്പിങ് കപ്പാസിറ്റി കൂട്ടിയെടുക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തേത് നമ്മുടെ പേശികളുടെ അല്ലെങ്കിൽ മസിൽ ഫങ്ഷനിങ് കൂട്ടിയെടുക്കാൻ. ഇപ്പം മസിൽ വേസ്റ്റിംഗ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മസിൽസ് കുഴഞ്ഞു പോകുന്നതോ തൂങ്ങിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഇഷ്യൂ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ശരീരത്തിലെ മസിൽ ഡെവലപ്മെൻറ്റ്സിന്, മസിൽ ഫങ്ഷനിങ്ങിന്, മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള മഗ്നീഷ്യം ആഹാരങ്ങൾ അല്ലെങ്കിൽ മഗ്നീഷ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട്. എല്ലുകളുടെ ആ ഒരു വളർച്ചയ്ക്കും ഓസ്റ്റിയോപോറോസിസ് പ്രിവെൻറ്റ് ചെയ്യാനും, എല്ലുകളുടെ ഫങ്ഷനിങ്, സ്ട്രെങ്ത്, ആ ഒരു ഫ്രാക്ചർ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ ഊർജ്ജം നിലനിർത്താനും മഗ്നീഷ്യം നല്ല രീതിയിൽ നമ്മുടെ ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻ്റ് ആവുമ്പം മേജറായിട്ടും എഫക്റ്റ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ മസിൽസ് ആണ്. ഇപ്പം മിക്ക ആളുകളും പറയാറുണ്ട്, പ്രായമായിട്ടുള്ള ആളുകൾ പറയും കാലുകൾ, എസ്പെഷ്യലി മുട്ടിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള ആ ഒരു മസിൽസ് അല്ലെങ്കിൽ പേശികൾ ഇങ്ങനെ കൊളുത്തി വലിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നാറുണ്ട്. നമ്മളിപ്പോൾ മെഡിക്കലി അതിനെ മസിൽ ക്രാംസ് എന്ന് പറയും. അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഈ മസിൽ ക്രാംസ് അല്ലെങ്കിൽ കാഫ് മസിൽ പെയിൻ എന്ന് പറയും. അതിനോടൊപ്പം തന്നെ ചില ആളുകൾ പറയും കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തുടിക്കാറുണ്ട്. അതിപ്പം റൈറ്റ് ഐലിഡ് ആവാം, ലെഫ്റ്റ് ഐലിഡ് ആവാം, കണ്ണിൻ്റെ മേൽ ഭാഗമൊക്കെ ഇങ്ങനെ തുടിക്കുന്ന പോലെ തോന്നും. ഇപ്പം ചില ആളുകൾ, പ്രായമായിട്ടുള്ള ആളുകൾ പറയാറുണ്ട് ഈ കണ്ണ് തുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് എന്തോ വരാനുണ്ട്, ചില ഇടത്തെ കണ്ണ് തുടിച്ചു കഴിഞ്ഞാൽ നല്ലത് വരാനുണ്ട്, വലത്തെ കണ്ണ് തുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ മോശമാണ്. ഇങ്ങനെ കുറേ നമ്മൾ മിത്സ് അല്ലെങ്കിൽ കുറേ ഒരു റോങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഈ മഗ്നീഷ്യം ശരീരത്തിൽ കുറയുമ്പോൾ അത് മസിൽസിന് വീക്ക്നെസ് ഉണ്ടാക്കുന്നു. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഐ ടിച്ചിങ്ങും മസിൽ ക്രാംസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് സിവിയർ ആയിട്ടുള്ള മസിൽ പെയിനും ഇതിൻ്റെ ഭാഗമായിട്ട് കാണിക്കാം. ദെൻ ബോൺ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ്, ബോൺ പെയിൻ ഉണ്ടാവാം, അതായത് ഈവൻ ജോയിൻസിനൊക്കെ പെയിൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് നെർവ്സിൻ്റെ ഫങ്ഷനിങ് ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലെ നെർവ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗത്തും നമുക്ക് ഒരു ന്യൂറോപ്പതി റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാം. ലൈക്ക് തരിപ്പ്, മരവിപ്പ്, ഒരു നംനെസ്, ഒരു മരവിച്ചൊരവസ്ഥയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള മഗ്നീഷ്യം ഡെഫിഷ്യൻസിൻ്റെ പ്രോമിനൻറ്റ് സിംറ്റംസ് ആയിട്ട് പറയാവുന്നതാണ്. അതിനോടൊപ്പം
തന്നെ നമ്മളെ ബ്രെയിൻ ഫങ്ഷനിങ്ങിൽ ഒരു ഡിസോർഡർ വരും. ലൈക്ക് നമുക്കിപ്പം ഒരു ഫിറ്റ്സ് പോലെ അല്ലെങ്കിൽ ഒരു അപസ്മാരം പോലെയൊക്കെ ഒരു എൻ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസുകളുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ബ്രെയിൻ ഫോഗ്, ഇറിറ്റബിലിറ്റി, ബ്രെയിൻ റിലേറ്റ് ചെയ്തിട്ട് ബ്രെയിൻ മൈൻഡ് കോർഡിനേഷൻസിൽ ഇംബാലൻസ് വന്നിട്ട് അതിൻ്റെതായ ലക്ഷണങ്ങൾ കാണിക്കാവുന്നതാണ്. ഹാർട്ട് ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള മെഗ്നീഷ്യം സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹാർട്ടിൻ്റെ ആ ഒരു ബീറ്റ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് വേരിയേഷൻസ് വരും, പാൽപിറ്റേഷൻസ് അല്ലെങ്കിൽ കിതപ്പായിട്ടൊക്കെ രൂപപ്പെടാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഹാർട്ടിൻ്റെ റിതമിക് ആക്ടിവിറ്റീസിലും വേരിയേഷൻസ് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമ്മുടെ ശരീരത്തിൽ ഈ മെഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. എസ്പെഷ്യലി മസിൽസിനെയും നാഡികളെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് 1 by 1 ആയിട്ട് നമ്മുടെ മറ്റുള്ള ഏരിയാസിലേക്കും അത് സ്പ്രെഡ് ആവാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരാനുള്ള സാധ്യതകളുണ്ട്. ഈ മെഗ്നീഷ്യം ഡെഫിഷ്യൻസി വരുന്ന ഒരു കാരണങ്ങളെന്ന് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ഡയബറ്റിക്. അതായത് ഡയബറ്റിക് നമ്മൾ മെഡിസിൻ എടുത്തിട്ടും അത് കൺട്രോൾ ആയിട്ടില്ല അല്ലെങ്കിൽ തീരെ ഒരു കെയർ കൊടുക്കാത്ത രീതിയിലുള്ളൊരു ഡയബറ്റിക് ആണെങ്കിൽ അത് നമുക്ക് മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് തിങ്, നമുക്ക് സിവിയർ ആയിട്ടുള്ള ഒരു ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയേറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ബാക്ടീരിയൽ വൈറൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സിവിയർ ആയിട്ടുള്ള ലൂസ് മോഷനൊക്കെ ഉണ്ടെങ്കിൽ മെഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആവാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മൈഗ്രെയിൻ ക്രോണിക് ആയിട്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ മെഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആവാനുള്ള ചാൻസസുകളുണ്ട്. ദെൻ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും മെഡിസിൻസ്, ഡയൂററ്റിക് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മെഗ്നീഷ്യം ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനിയിപ്പോൾ നമ്മൾ എത്ര അളവിൽ നമ്മുടെ ശരീരത്തിൽ മെഗ്നീഷ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അപ്പോൾ സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാരിലാവട്ടെ എത്ര അളവിൽ നമ്മൾ അതിൻ്റെ ആ ഒരു കണക്ക് ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷന്മാരിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു 400 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് മെഗ്നീഷ്യത്തിൻ്റെ നോർമൽ റേഞ്ചസ് കാണിക്കുന്നത്. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു 300 മില്ലിഗ്രാം ആ ഒരു അളവിലാണ് മെയിൻലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസൊക്കെ ആണെങ്കിൽ ഒരു 280 മുതൽ 300 വരെ നമുക്ക് മെഗ്നീഷ്യം ആ ഒരു അളവിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഇങ്ങനത്തെ മസിൽ ക്രാംസും മസിൽ ടിച്ചിങ്സും അതേപോലെ തന്നെ മസിൽ പെയിൻ, ബോൺ പെയിൻ ഒക്കെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പലർക്കുള്ളൊരു സംശയമാണ് ഈ മെഗ്നീഷ്യം ഗമ്മീസ് അല്ലെങ്കിൽ മെഗ്നീഷ്യം ടാബ്ലറ്റ്സ് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നമുക്ക് മെഗ്നീഷ്യം ഗെയിൻ ചെയ്യുന്ന വല്ല ഫുഡ് ഐറ്റംസോ ഉണ്ടോ എന്ന്. മെയിൻലി ഈ ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, ഇലക്കറികൾ ധാരാളം കഴിക്കുക. അതിപ്പോൾ നമ്മളൊരു 100 അല്ലെങ്കിൽ ഒരു 100 ഗ്രാം നമ്മളിപ്പോൾ ഇലക്കറികൾ കഴിക്കുകയാണെങ്കിൽ അതിലെ മെഗ്നീഷ്യം കണ്ടന്റ് നോക്കുമ്പോൾ ഒരു 30 to 40 മില്ലിഗ്രാംസ് ഓഫ് ഈ പറഞ്ഞിട്ടുള്ള മെഗ്നീഷ്യം പ്രസൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ സീഡ്സുകൾ ധാരാളം കഴിക്കുക, എസ്പെഷ്യലി പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്സ്, സെസമേ സീഡ്സ് ഒക്കെ ധാരാളം കഴിക്കുക. ഏകദേശം 150 മില്ലിഗ്രാം ഈ പറഞ്ഞിട്ടുള്ള മെഗ്നീഷ്യം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഫ്രൂട്ട്സുകളിൽ നോക്കുമ്പോൾ അവക്കാഡോ ധാരാളം ഉൾപ്പെടുത്തുക, ബെറീസ് ധാരാളം കഴിക്കുക. വെജിറ്റബിൾസിലൊക്കെ ആണെങ്കിൽ ബീൻസ്, ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് ഒക്കെ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. നട്ട്സുകളും ഡെയിലി ബേസിസിൽ കഴിക്കുകയാണെങ്കിൽ മെഗ്നീഷ്യം ഒരു പരിധി വരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ദെൻ നട്ട്സുകൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളതിൽ നോക്കുമ്പോൾ നമുക്ക് ആൽമണ്ട് ഒക്കെ കഴിക്കാം. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴിക്കുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പം നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആവട്ടെ, നട്ട്സ്, വെജിറ്റബിൾസിലെല്ലാം മെഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ക്രാംസ് പ്രശ്നങ്ങളൊക്കെ വരുമ്പം അവർക്ക് ഈ നട്ട്സുകൾ നന്നായിട്ട് കഴിക്കുക. അതേപോലെ തന്നെ ഇലക്കറികൾ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ മെഗ്നീഷ്യം ഓവർഡോസ് ആയി കഴിഞ്ഞാൽ, ചിലർ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഓവർഡോസ് വരുന്ന സമയത്ത് അവർക്ക് വയറിളക്കം അല്ലെങ്കിൽ മസിൽ ക്രാംസ്, എസ്പെഷ്യലി വയറിൻ്റെ ഭാഗത്തുള്ള മസിൽസ് ഇങ്ങനെ കൊളുത്തി വലിക്കുന്ന പോലെ തോന്നും, ഫിറ്റ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കാണിക്കാം, സോഡിയം പൊട്ടാസ്യം ഇംബാലൻസ് കാണിക്കാം, പ്രഷർ വേരിയേഷൻസ് കാണിക്കാം, ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് ഓവർഡോസ് ആയി കഴിഞ്ഞാൽ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ്. യൂഷ്വലി നമ്മളിപ്പം ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഇത്തരം ഗമ്മീസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഭക്ഷണം നന്നായിട്ട് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് കാണുക, അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം അത് കഴിക്കാൻ ശ്രമിക്കുക. അപ്പം ഭക്ഷണത്തിലൂടെ തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്